ജിയോപൊളിറ്റിക്സും ജനജീവിതവും അതിവേഗം മാറിമറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തെ ഭീതിയിലാഴ്ത്തി എബോള വൈറസിന്റെ മാരകമായ പുതിയ വകഭേദം ആഫ്രിക്കയിൽ പടരുകയാണ്. ഈ അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്കിടയിലാണ് പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് UAEയിൽ കർശനമായ വാട്സാപ്പ് സൈബർ നിയമങ്ങളും ദുബൈയിൽ പുതിയ റൂം ഷെയറിംഗ് നിയന്ത്രണങ്ങളും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഗൾഫ് മേഖലയിലെ സമാധാനവും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കോടികളുടെ കപ്പൽ നിർമ്മാണ സാങ്കേതിക കരാറുകളും ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചരിത്രപരമായ 5 നേഷൻ വിസിറ്റ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒന്നാണ്. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ നിർണായക വാർത്തകൾ പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. വെസ്റ്റ് ഏഷ്യ ഒരു തീച്ചൂള പോലെയാണ്. ഒരിടത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം അവിടെ മിസൈലുകളും ഡ്രോണുകളും വർഷിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഒപ്പിട്ട ഒരു സീസ് ഫയർ, അതായത് താൽക്കാലിക വെടിനിർത്തൽ പോലും ഇപ്പോൾ പാടെ തകർന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൂടി ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം ഈ താൽക്കാലിക വെടിനിർത്തൽ കാലയളവിൽ മാത്രം 400-ലധികം പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രമുഖ പാർലമെന്റ് അംഗം ഹുസൈൻ ഹജ് ഹസൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഈ ചർച്ചകളെല്ലാം വെറും ഒരു ഡെഡ് എൻഡ് ആണ്, വെറും കബളിപ്പിക്കലാണ്. ഇസ്രായേലിന് മുന്നിൽ ഒരു കാരണവശാലും ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് ചർച്ചകളുടെ നാടകം നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ സൈന്യത്തെ വിറപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ മാരകമായ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേലിന്റെ അഭിമാനമായ ഗൊലാനി ബ്രിഗേഡിന്റെ കമാൻഡർ വരെ തുറന്നു പറഞ്ഞു ഇസ്രായേൽ സൈന്യം ഇതിനായിട്ട് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പോലും ഹിസ്ബുള്ളയുടെ ഡ്രോണുകളെ ഭയപ്പെടുന്നു എന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു വശത്ത് ഇസ്രായേൽ ലെബനനിൽ ശക്തമായ വ്യോമാക്രമണം തുടരുമ്പോൾ മറുവശത്ത് ആഗോളതലത്തിൽ ഓയിൽ പ്രൈസസ് കുതിച്ചുയരുകയാണ്. US-ഉം ചൈനയും റഷ്യയും എല്ലാം ഈ വിഷയത്തിൽ വലിയ ചർച്ചകളിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ ലെബനനിൽ സംഭവിക്കുന്നത്? ആരാണ് ഈ ഒരു ഹിസ്ബുള്ള എന്ന് പറയുന്നത്? ഇസ്രായേലും അവരും തമ്മിലുള്ള ശത്രുതയുടെ ആഴം എത്രത്തോളമാണ്? പരിശോധിക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് ഗ്രൗണ്ട് റിയാലിറ്റി ഒന്ന് പരിശോധിക്കാം. വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രായേലിന്റെ യഹിയ ലൈറ്ററും ലെബനന്റെ പ്രതിനിധി സൈമൺ കറാമും തമ്മിൽ അതീവ പ്രാധാന്യമുള്ള 3ാം വട്ട ചർച്ചകൾ നടത്തിയിരുന്നു. വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരുപക്ഷവും തത്വത്തിൽ സമ്മതിച്ചിരുന്നതുമാണ്. പക്ഷേ ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേൽ കിഴക്കൻ ലെബനനിലെ ബെക്ക വാലിയിലുള്ള സോമോർ ടൗണിലും അതുപോലെ തെക്കൻ ലെബനനിലെ ടയറിലും കനത്ത ബോംബാക്രമണം നടത്തിയത്. ഈ പുതിയ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ 2900-ലധികം ആളുകൾ ലെബനനിൽ മാത്രം കൊല്ലപ്പെട്ടു. ഇതിൽ ഏറ്റവും ദാരുണമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഏപ്രിൽ 17-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം, അതായത് ഈ സമാധാന കാലയളവിൽ മാത്രം 400-ലധികം സാധാരണക്കാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പറയുന്നത് അവർ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന കെട്ടിടങ്ങളും ആശുപത്രി ജീവനക്കാരും ഒക്കെയാണ് ഇവിടെ ഇല്ലാതാകുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണമാണ് വരുന്നത്. ഹിസ്ബുള്ളയുടെ MP ഹുസൈൻ ഹജ് ഹസൻ പറഞ്ഞത് ഈ ചർച്ചകളെല്ലാം വെറും ഒരു ഡെഡ് എൻഡ് ആണ് എന്നാണ്. ഒത്തുതീർപ്പുകളിലൂടെ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങാൻ ഹിസ്ബുള്ള തയ്യാറല്ല എന്ന് അവർ വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ലെബനനിലെ 20%-ലധികം ജനങ്ങൾ, അതായത് 10 ലക്ഷത്തിലധികം ആളുകൾ ഭവനരഹിതരായി പായുകയാണ്. അതായത് തങ്ങളെ പൂർണ്ണമായി ആയുധമുക്തരാക്കുക എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യമെന്ന് ഹിസ്ബുള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. ലെബനന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഹിസ്ബുള്ള ഈ ചർച്ചകളെ കാണുന്നത്. തെക്കൻ ലെബനൻ പൂർണ്ണമായി തകർക്കപ്പെടുമ്പോഴും തങ്ങളുടെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരമായിട്ട് ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തില്ല എന്നാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. ഇനി നമുക്ക് യുദ്ധക്കളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയത്തിലേക്ക് വരാം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDFന്റെ ഏറ്റവും പവർഫുൾ ആയ റെജിമെന്റ് ആണ് ഗൊലാനി ബ്രിഗേഡ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയ പ്രിസിഷൻ സ്ട്രൈക്സ് ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഹിസ്ബുള്ളയുടെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു പ്ലാറ്റൂൺ കമാൻഡർ ക്യാപ്റ്റൻ മാവോസ് ഇസ്രായേൽ റെക്കറ്റ്നാറ്റി കൊല്ലപ്പെട്ടു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനേക്കാൾ വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രമുഖ ഗൊലാനി കമാൻഡർ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഹിസ്ബുള്ളയുടെ ഈ ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയെ നേരിടാൻ IDF ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നാണ്.
ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന $300 മാത്രം വില വരുന്ന ചെറിയ ഡ്രോണുകൾ ഇസ്രായേലിന്റെ $1 മില്യൺ വിലമതിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് അകത്ത് കയറി നാശം വിതയ്ക്കുകയാണ്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ ഡ്രോൺ ഭീഷണിയിൽ ശരിക്കും അസ്വസ്ഥനാണ് എന്നാണ് ഈ കമാൻഡർമാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ഹിസ്ബുള്ളയുടെ ഈ പെട്ടെന്നുള്ള തിരിച്ചടിക്കാനുള്ള ശേഷിയെ വേണ്ട രീതിയിൽ വിലയിരുത്തിയില്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ആരാണ് ഈ ഹിസ്ബുള്ള? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ലെബനനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്? ഇതിന് നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കണം. 1982 ഇസ്രായേൽ ലെബനിലേക്ക് ഒരു അധിനിവേശം നടത്തിയിരുന്നു. പലസ്തീൻ പോരാളികളെ അടിച്ചമർത്താനായിരുന്നു അന്ന് ഇസ്രായേൽ ലെബനനിൽ കയറിയത്. ഈ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ തെക്കൻ ലെബനിലെ ഷിയ മുസ്ലിംസിന് ഇടയിൽ നിന്ന് രൂപം കൊണ്ട ഒരു പ്രതിരോധ പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. പാർട്ടി ഓഫ് ഗോഡ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം വരുന്നത്. ഇറാനിന്റെ സമ്പൂർണ്ണമായ സാമ്പത്തിക സൈനിക പിന്തുണയോടെയാണ് ഇവർ വളർന്നത്. ഒരു സാധാരണ ഗറില്ല ഗ്രൂപ്പായി തുടങ്ങിയ ഹിസ്ബുള്ള ഇന്ന് ലെബനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയും ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ ആയുധ ബലമുള്ള ഒരു മിലിറ്ററി ഫോഴ്സുമായി മാറിയിരിക്കുകയാണ്. അവരുടെ പക്കൽ ലക്ഷക്കണക്കിന് റോക്കറ്റുകളും ഗൈഡഡ് മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം ഇതാണ്, ഇസ്രായേൽ എന്തിനാണ് ഇപ്പോൾ ലെബനനെ ഇത്ര ക്രൂരമായിട്ട് ആക്രമിക്കുന്നത്? ഇതിന് ഇസ്രായേൽ പറയുന്ന പ്രധാന കാരണം തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ ജനങ്ങളുടെ സുരക്ഷയാണ് എന്നാണ്. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ കടുത്ത റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയെ ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് തുരത്തുക, അവരുടെ ആയുധപുരകൾ നശിപ്പിക്കുക, അതുവഴി വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത തങ്ങളുടെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കുക. ഇതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ ലെബനിലെ ഗ്രാമങ്ങൾ തന്നെ ബോംബിട്ട് നിരപ്പാക്കുകയാണ്. എന്നാൽ ഈ ലക്ഷ്യം നേടാനായിട്ട് ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങളിൽ ലെബനിലെ സാധാരണക്കാരായ ജനങ്ങളും ആശുപത്രികളും പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഒക്കെയാണ് ഇരകളാകുന്നത്. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ ഓപ്പറേഷൻ ഇറ്റേണൽ ഡാർക്ക്നെസ് എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. അത്രത്തോളം കനത്ത നാശനഷ്ടമാണ് അവർ ലെബനനിൽ വിതയ്ക്കുന്നത്. ഇനി ഈ യുദ്ധം അവിടെയുള്ളവരെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്നാണ്. ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ യുദ്ധം കാരണം ആഗോള വിപണിയിൽ ഓയിൽ പ്രൈസ്, അതായത് അസംസ്കൃത എണ്ണവില കുത്തനെ ഉയരുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുമ്പോൾ എണ്ണക്കടത്തിന്റെ പ്രധാന റൂട്ടായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറന്നു പ്രവർത്തിക്കാൻ ചൈനയുടെ സഹായം ട്രംപ് തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന് സൈനിക സഹായങ്ങൾ നൽകരുതെന്ന് ചൈനയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE പ്രസിഡന്റുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു നയതന്ത്ര പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ഇന്ധനവില കൂടിയാൽ അത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഈ യുദ്ധത്തെ ഭീതിയോടെ നോക്കിക്കാണുന്നത്. ചുരുക്കത്തിൽ, പേപ്പറിൽ എഴുതി വെച്ച വെടിനിർത്തൽ കരാറുകൾക്കൊന്നും ഈ യുദ്ധഭൂമിയിലെ ചോരപ്പുഴകളെ തടയാൻ കഴിയുന്നില്ല. ഇസ്രായേൽ തങ്ങളുടെ സൈനികാധിപത്യം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിസ്ബുള്ള തങ്ങളുടെ അത്യാധുനിക ഡ്രോണുകളിലൂടെ ഇസ്രായേലിനെ കൃത്യമായിട്ട് മുട്ടുകുത്തിക്കാൻ നോക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം നിർത്തില്ലെന്ന് ആവർത്തിക്കുമ്പോൾ ചർച്ചകൾ വെറും ഡെഡ് എൻഡ് ആണ് എന്നും തങ്ങൾ അവസാന ശ്വാസം വരെ പോരാടുമെന്നുമാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. വൻ ശക്തി രാജ്യങ്ങളുടെ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങളുടെ ദുരിതം 10 മടങ്ങായിട്ട് തുടരുകയാണ്. എണ്ണവില വർധനവ് വഴി ഈ യുദ്ധത്തിന്റെ ചൂട് വൈകാതെ ലോകം മുഴുവൻ അറിയുകയും ചെയ്യും. കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ നിന്ന് ലോകം കഷ്ടിച്ച് രക്ഷപ്പെട്ടു വരുമ്പോഴാണ് മനുഷ്യരാശിയെ വീണ്ടും ഭയപ്പെടുത്തുന്ന മറ്റൊരു അതീവ ഗുരുതര വാർത്ത വരുന്നത്. ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ഒരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും അയൽ രാജ്യമായ ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ അതീവ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് മെയ് 17, 2026 WHO ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് ഈ അടിയന്തര പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ 80-ലധികം മരണങ്ങളും 300-ലധികം സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ പടരുന്ന എബോള വൈറസിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്സിനുകളോ മരുന്നുകളോ ഫലപ്രദമല്ല. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കൻ ഹെൽത്ത് ഒഫീഷ്യൽസ് തങ്ങൾ ഇപ്പോൾ ഒരു പാനിക് മോഡിലാണ് എന്ന് പരസ്യമായി സമ്മതിക്കുന്നത്. അതിനിടയിൽ ചില അമേരിക്കൻ പൗരന്മാർക്കും ഈ വൈറസ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ എബോള വൈറസ്? എന്തുകൊണ്ടാണ് ഈ പുതിയ ഔട്ട്ബ്രേക്ക് ഇത്രയധികം അപകടകരമാകുന്നത്? ഇതിന്റെ ലക്ഷണങ്ങളും ചരിത്രവും ഒക്കെ എന്താണ് പരിശോധിക്കാം.
നമുക്ക് ആദ്യം തന്നെ നിലവിലെ സാഹചര്യം നോക്കാം. കിഴക്കൻ കോങ്കോയിലെ ഇറ്റൂരി പ്രവിശ്യയിലാണ് ഏപ്രിൽ അവസാനത്തോടെ ഈ രോഗബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. മോങ്ബോലു എന്ന ജനസാന്ദ്രതയേറിയ ഒരു മൈനിംഗ് ഏരിയയിലാണ് ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് ചികിത്സ തേടിയ ആളുകൾ റവാംപറ, ബുനിയ എന്നീ ഹെൽത്ത് സോണുകളിലേക്ക് മാറിയതോടെ രോഗം അതിവേഗം പടർന്നു. മെയ് 16 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കോങ്കോയിൽ മാത്രം 8 ലബോറട്ടറി സ്ഥിരീകരിച്ച കേസുകളും 246 സംശയാസ്പദമായ കേസുകളും 80 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് 4 ആരോഗ്യ പ്രവർത്തകർ, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, എബോള ലക്ഷണങ്ങളോടെ മരണപ്പെട്ടത്. ഇത് ആശുപത്രികൾ വഴിയുള്ള സമ്പർക്ക വ്യാപനത്തിന്റെ വലിയൊരു ഭീതി ഉയർത്തുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയത് എപ്പോഴാണെന്നറിയാമോ? കോങ്കോയിൽ നിന്നും യാത്ര ചെയ്ത 2 വ്യക്തികൾക്ക് അയൽരാജ്യമായ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ വെച്ച് എബോള സ്ഥിരീകരിച്ചു. അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോങ്കോയുടെ തലസ്ഥാനമായ കിൻഷാസയിലും ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. രോഗബാധിത പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ജനസംഖ്യാ ചലനവും സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ കാരണമുള്ള ആഭ്യന്തര കലാപങ്ങളും കാരണം കോൺടാക്ട് ട്രേസിംഗ് നടത്താൻ ആരോഗ്യ പ്രവർത്തകർ ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. ഇവിടെയാണ് ശാസ്ത്രലോകത്തെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ വില്ലൻ ഇരിക്കുന്നത്. എബോള വൈറസിന് പല വകഭേദങ്ങൾ, അതായത് സ്ട്രെയിൻസ് ഉണ്ട്. കോങ്കോയിൽ ഇതിനു മുൻപ് പലതവണ ഉണ്ടായ ഔട്ട്ബ്രേക്കുകൾ എബോള ജെയർ എന്ന സ്ട്രെയിൻ കാരണമായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ പക്കൽ ഫലപ്രദമായ എർവേബോ വാക്സിൻ പോലുള്ള വാക്സിനുകളും ആന്റിബോഡി ചികിത്സകളും നിലവിലുണ്ട്. എന്നാൽ 2026 മെയ് മാസത്തിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് എബോളയുടെ ഏറ്റവും അപൂർവമായ ബുന്ദിബുഗിയോ വൈറസ് ആണ്. ചരിത്രത്തിൽ ഇത് 3ാം തവണ മാത്രമാണ് ഈ ഒരു സ്ട്രെയിൻ ഇത്രയും വലിയൊരു ഭീഷണിയാകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണ് എന്ന് വെച്ചാൽ, നിലവിലുള്ള ഒരു എബോള വാക്സിനും മരുന്നുകളും ഈ ബുന്ദിബുഗിയോ സ്ട്രെയിനിനെതിരെ പ്രവർത്തിക്കില്ല. അതായത് ഈ രോഗം വന്നാൽ കൃത്യമായ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ശാസ്ത്രലോകത്ത് നിലവിലില്ല. രോഗിയുടെ പ്രതിരോധ ശേഷിയും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള സപ്പോർട്ടീവ് കെയറും മാത്രമാണ് ഏക ആശ്രയം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഇവന്റ് ആയിട്ട് WHO പ്രഖ്യാപിച്ചത്. ഈ രോഗം ആഫ്രിക്കയിൽ മാത്രമാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ സ്റ്റാറ്റ് ന്യൂസ് പുറത്തുവിട്ട വിവരമനുസരിച്ച് കോങ്കോയിലെ ഇറ്റൂരി പ്രവിശ്യ സന്ദർശിച്ച ചില അമേരിക്കൻ പൗരന്മാർക്കും ഈ ഒരു വൈറസ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. ഇവരെ നിരീക്ഷിച്ചു വരികയുമാണ്. ആഫ്രിക്ക CDC ഡയറക്ടർ ജനറൽ ഡോക്ടർ ജീൻ കസയ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പാശ്ചാത്യ രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഫ്രിക്കയെ ഒരു രോഗം ബാധിച്ചാൽ ലോകം മുഴുവൻ അപകടത്തിലാണ്. കാരണം ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിമാനമാർഗം പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. എങ്കിലും കോവിഡ് കാലത്തെ പോലെ അന്താരാഷ്ട്ര അതിർത്തികൾ അടച്ചിടാനോ യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്താനോ WHO നിലവിൽ ശുപാർശ ചെയ്യുന്നില്ല. കാരണം അത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. പകരം വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും കർശനമായ സ്ക്രീനിങ്ങും നിരീക്ഷണവും ശക്തമാക്കാനാണ് നിർദ്ദേശം. ഇനി നമുക്ക് എബോള വൈറസിനെ കുറിച്ച് കുറച്ചുകൂടി അടിസ്ഥാനപരമായ കാര്യങ്ങൾ പരിശോധിക്കാം. എന്താണ് ഈ ഒരു രോഗം? ഇത് എങ്ങനെയാണ് പകരുന്നത്? എബോള വൈറസ് ഡിസീസ് EVD എന്നത് മനുഷ്യരിലും പ്രൈമേറ്റുകളിൽ, അതായത് കുരങ്ങുകൾ, ചിമ്പൻസികൾ പോലുള്ളവ, ഇവയിൽ കാണപ്പെടുന്ന മാരകമായ ഒരു ഹെമറേജിക് ഫീവർ ആണ്. അതായത് ശരീരത്തിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന ഒരുതരം പനിയാണിത്. ഇത് വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ പകരുന്ന ഒരു രോഗമല്ല. അതൊരു വലിയ ആശ്വാസമാണ്. കോവിഡ് പോലെ വായുവിൽ കൂടി ഇത് പകരില്ല. പകരം രോഗബാധിതനായ ഒരു വ്യക്തിയുടെ ശരീരസ്രവങ്ങളുമായി, അതായത് തൊലിപ്പുറത്തെ മുറിവുകൾ അല്ലെങ്കിൽ രക്തം, ഛർദി, ഉമിനീർ, മൂത്രം, മലം അല്ലെങ്കിൽ സെമൻ എന്നിവയിലൂടെ നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു വൈറസ് പകരുന്നത്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ മാംസം കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഇത് മനുഷ്യരിലേക്ക് എത്താം. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനിയും കഠിനമായ തലവേദനയും, പിന്നെ പേശിവേദനയും ശരീരമാസകലം ഉണ്ടാകുന്ന തളർച്ചയും, രോഗം മൂർച്ഛിക്കുന്നതോടെ കടുത്ത ഛർദിയും വയറിളക്കവും ഉണ്ടാകും. ഏറ്റവും ഭയാനകമായ ഘട്ടം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലും പുറത്തും, അതായത് കണ്ണുകൾ, മൂക്ക്, വായ ഇവയിലൂടെയൊക്കെ ചോര ഒലിക്കാൻ തുടങ്ങും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകും. രോഗബാധയുണ്ടായാൽ മരണനിരക്ക് 50% മുതൽ 90% വരെ ഉയർന്നേക്കാവുന്ന ഭൂമിയിലെ ഏറ്റവും മാരകമായ പാത്തജനുകളിൽ ഒന്നാണിത്. ഇനി നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകാം. എവിടെ നിന്നാണ് ഈ വൈറസ് വന്നത്? കൃത്യമായിട്ട് പറഞ്ഞാൽ 1976 ഈ വൈറസിനെ ആദ്യമായിട്ട് മനുഷ്യൻ തിരിച്ചറിയുന്നത്. അന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതായത് അന്നത്തെ പേര് സയർ എന്നാണ്, ഇവിടെ എബോള എന്ന നദിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. ആ നദിയുടെ പേരിൽ നിന്നാണ് വൈറസിന് എബോള എന്ന പേര് ലഭിച്ചത്. ഒരേ സമയം സുഡാനിലും അന്ന് ഈ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞരുടെ നിഗമനം അനുസരിച്ച് പ്രകൃതിയിൽ ഈ വൈറസിന്റെ പ്രധാന വാഹകർ വവ്വാലുകളാണ്. വവ്വാലുകളിൽ നിന്ന് മറ്റ് മൃഗങ്ങളിലേക്കും അവിടെ നിന്ന് മനുഷ്യരിലേക്കും ഇത് പടരുകയായിരുന്നു.
കോങ്കോയുടെ ചരിത്രത്തിലെ 17ാമത്തെ എബോള ഔട്ട്ബ്രേക്ക് ആണ് ഇപ്പോൾ 2026 നടക്കുന്നത്. ചരിത്രത്തിൽ ഇതിനു മുൻപുണ്ടായ ഏറ്റവും ഭീകരമായ എബോള ദുരന്തം എന്ന് പറയുന്നത് 2014-16 കാലഘട്ടത്തിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ ഉണ്ടായതാണ്. ഗിനിയ, ലൈബീരിയ, സിയറ ലിയോൺ എന്നീ രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ മഹാമാരിയിൽ 28,000-ത്തിലധികം ആളുകൾക്ക് രോഗം ബാധിക്കുകയും 10,000-ത്തിലധികം മനുഷ്യർ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം 2018-2020 കാലഘട്ടത്തിലും കോങ്കോയിൽ നിന്ന് വലിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നെല്ലാം വാക്സിനുകൾ ലഭ്യമായിരുന്നതുകൊണ്ട് രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. അടുത്ത പ്രധാന ചോദ്യം ഇതാണ്: നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതിന് സാധ്യതയുണ്ടോ? നിലവിൽ പേടിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഇത് വായുവിലൂടെ പകരില്ല എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. എങ്കിലും നയതന്ത്രപരമായി വലിയൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആഫ്രിക്ക CDC ഇതിനോടകം തന്നെ കോണ്ടിനെന്റൽ ഇൻസിഡന്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ടീമിനെ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു. USA, UK, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ വൻ ശക്തി രാജ്യങ്ങളും യുനിസെഫ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളും അടിയന്തര സഹായങ്ങളുമായി രംഗത്തുണ്ട്. ബുന്ദേബോഗ്യോ സ്ട്രെയിനിന് എതിരെയുള്ള പുതിയ വാക്സിനുകളുടെ ക്ലിനിക്കൽ ട്രയലുകൾ വേഗത്തിലാക്കുക എന്നതാണ് ശാസ്ത്രജ്ഞരുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. പ്രാദേശിക നേതാക്കളെയും മതനേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ അവബോധം വളർത്താനും സുരക്ഷിതമായ ശ്മശാന രീതികൾ നടപ്പിലാക്കാനും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പ്രകൃതി മനുഷ്യന് മുന്നിലേക്ക് വെക്കുന്ന വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല. ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും ഒരു ചെറിയ വൈറസിന് ഇന്നും ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് ഈ പുതിയ എബോള ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നത്. കൃത്യമായ പ്രതിരോധ നടപടികളിലൂടെയും ആഗോള കൂട്ടായ്മയിലൂടെയും ഈ മഹാവിപത്തിനെ കോങ്കോയുടെ മണ്ണിൽ തന്നെ തളച്ചിടാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നിർണായകമായ 5 നേഷൻ ടൂർ ആരംഭിച്ചിരിക്കുകയാണ്. മെയ് 15 മുതൽ മെയ് 20 വരെയുള്ള വെറും 6 ദിവസങ്ങൾ കൊണ്ട് UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 വൻ ശക്തി രാജ്യങ്ങളിലാണ് മോദി സന്ദർശനം നടത്തുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധപ്രതിസന്ധി കടുക്കുന്ന ഈ ഒരു അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ എണ്ണ വിപണിയിലെ തകർച്ചയും ചരക്കു നീക്ക പാതകളിലെ സുരക്ഷാ ഭീഷണിയും ചർച്ച ചെയ്യാൻ മോദി ആദ്യം UAEയിലെത്തിയിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു ചരിത്രപരമായ നീക്കമാണ് ഇപ്പോൾ യൂറോപ്പിൽ, പ്രത്യേകിച്ച് നോർവേയുടെ മണ്ണിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ നോർവേജിയൻ അംബാസിഡർ മെയ് എലിൻ സ്റ്റീനർ വ്യക്തമാക്കിയത് പ്രകാരം കഴിഞ്ഞ 43 വർഷത്തിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ഏറ്റവും ചരിത്രപരമായ സന്ദർശനമാണിത്. എന്തൊക്കെയാണ് ഈ 5 രാജ്യങ്ങളുടെ സന്ദർശനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ? ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന കോടികളുടെ ബിസിനസ് ഡീലുകൾ എന്തൊക്കെയാണ്? മെയ് 15-ന് UAEയിൽ വെച്ചാണ് പ്രധാനമന്ത്രി തന്റെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മോദിയുടെ വിമാനം UAE ആകാശത്തേക്ക് കടന്നപ്പോൾ തന്നെ അവിടുത്തെ വ്യോമസേനയുടെ F-16 യുദ്ധവിമാനങ്ങളാണ് ഔദ്യോഗിക അകമ്പടി നൽകിയത്. എയർപോർട്ടിൽ വെച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നേരിട്ടെത്തിയാണ് മോദിയെ സ്വീകരിച്ചത്. ഈ സന്ദർശനം വെറുമൊരു സൗഹൃദം പുതുക്കലല്ല. വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധം കാരണം UAEക്ക് നേരെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ഇതിനൊപ്പം ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട് തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരത്തെക്കുറിച്ചും LPG വിതരണത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളും പുതിയ കരാറുകളിൽ ഒപ്പുവച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുമായി $5 ബില്യൺ പുതിയ നിക്ഷേപ പങ്കാളിത്തത്തിനാണ് UAE ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നത്. UAE സന്ദർശനം മിന്നൽ വേഗത്തിൽ പൂർത്തിയാക്കി മോദി നേരെ എത്തിയത് നെതർലൻഡ്സിലേക്കാണ്. അവിടെ വെച്ച് ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനുമായി മോദി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. ഈ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട സെമി കണ്ടക്ടറുകളും ഗ്രീൻ ഹൈഡ്രജനുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയുള്ള രാജ്യമാണ് നെതർലൻഡ്സ്. ഇന്ത്യയെ ഒരു ഗ്ലോബൽ ചിപ്പ് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാൻ ഡച്ച് കമ്പനികളുടെ സഹായം മോദി ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രളയ നിയന്ത്രണത്തിനും ജല മാനേജ്മെന്റിനും വാട്ടർ മാനേജ്മെന്റിനുമായി ഇന്ത്യ നെതർലൻഡ്സ് വാട്ടർ പാർട്ണർഷിപ്പിനും രൂപം നൽകി. യാത്രയുടെ 3ാം ഘട്ടത്തിൽ മോദി എത്തിയത് സ്വീഡനിലാണ്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി നടത്തിയ ചർച്ചകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ഡിഫൻസ്, മാനുഫാക്ചറിംഗ് എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയത്. തുടർന്ന് മോദി നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 43 വർഷത്തിന് ശേഷമാണ് നോർവേ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടോകോളുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നോർവേജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗെഹർ സ്റ്റോർ നേരിട്ടാണ് മോദിയെ എയർപോർട്ടിൽ സ്വീകരിച്ചത്. ഹാരിസൺ ഹിൽസിലെ
രാജാവ് ഹെറോൾഡ് അഞ്ചാമനുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ഓസ്ലോ സിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും മോദിയുമായി ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പങ്ക് ഇതിൽ പ്രധാന ചർച്ചയാകും. നോർവേജിയൻ അംബാസിഡർ മേ എലിൻ സ്റ്റീനർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ സന്ദർശനത്തിൽ ഇന്ത്യയും നോർവേയും തമ്മിൽ ആരോഗ്യ മേഖലയിലും അതുപോലെ ഡിജിറ്റൽ പൊതു ഉൽപ്പന്നങ്ങളിലും പുതിയൊരു മെഗാ MOU ഒപ്പുവയ്ക്കും. ഇന്ത്യയുടെ UPI പോലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആഗോള വിപണിയിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും. ഇതിനേക്കാൾ വലിയൊരു ബിസിനസ് അവസരം എന്താണ് എന്നറിയാമോ? നോർവേ ഒരു ആഗോള മാരിടൈം സൂപ്പർ പവറാണ്. ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിംഗ് മേഖലയെ വളർത്താൻ അടുത്തിടെ കേന്ദ്ര സർക്കാർ 69,725 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നോർവേയുടെ ഓർഡറിലുള്ള 10% കപ്പലുകളും നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ യാത്രയിൽ ബ്ലൂ ഇക്കണോമിയും ഗ്രീൻ ഷിപ്പിംഗും ലക്ഷ്യമിട്ട് 30 പുതിയ ബിസിനസ് കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നത്. യാത്രയുടെ അവസാന ഘട്ടത്തിൽ മെയ് 19 മുതൽ 20 വരെ മോദി ഇറ്റലി സന്ദർശിക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഈ സന്ദർശനം. പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന ചരിത്രപരമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇറ്റലിയുമായിട്ടുള്ള പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തം പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ആർട്ടിക് ഗവേഷണം മുതൽ ആധുനിക ടെക്നോളജി വരെ ഈ 5 രാജ്യങ്ങളുമായി മാത്രം ഇന്ത്യക്ക് മൊത്തം $70 ബില്യൺ വാർഷിക വ്യാപാരമുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക സുരക്ഷാ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്ത്യ തന്റെ ആഗോള സ്വാധീനം ഉറപ്പിക്കാൻ ഈ വൻ നയതന്ത്ര നീക്കം നടത്തുന്നത്. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ മറുവശത്ത് നോർഡിക് രാജ്യങ്ങളിൽ നിന്ന് അത്യാധുനിക മാരിടൈം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. നമ്മുടെ സ്വപ്നഭൂമിയായ UAEയിലെ സുരക്ഷിതത്വം അച്ചടക്കവും നിലനിർത്താൻ ഭരണകൂടം എപ്പോഴും കടുത്ത നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴിതാ പ്രവാസി സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന 2 നിർണായക നിയമങ്ങളാണ് UAEയിൽ കർശനമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന വാട്സാപ്പിലെ ഒരു ചെറിയ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിലെ ഒരു ചെറിയ അശ്രദ്ധയോ നിങ്ങളെ ലക്ഷങ്ങളുടെ കടക്കാരനാക്കാം, അതുമല്ലെങ്കിൽ ജയിൽ ശിക്ഷ വരെ വാങ്ങിത്തരാം. ഒന്നാമത്തേത് ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള വാട്സാപ്പ് നിയന്ത്രണങ്ങളാണ് എങ്കിൽ രണ്ടാമത്തേത് ദുബായിൽ റൂം ഷെയറിംഗ്, ഷെയർഡ് ഹൗസിംഗ് നിയമങ്ങളാണ്. എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങൾ എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഡിജിറ്റൽ ലോകത്തെ പുതിയ നിയന്ത്രണങ്ങളിലേക്ക് വരാം. നമ്മൾ സാധാരണയായിട്ട് ബാങ്ക് കാര്യങ്ങൾക്കും കസ്റ്റമർ കെയർ ചാറ്റുകൾക്കുമൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ UAEയിൽ അത് നടക്കില്ല. UAE സെൻട്രൽ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും കടുത്ത നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉപഭോക്തൃ സേവനങ്ങൾക്കായിട്ട് വാട്സാപ്പ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, OTPകൾ അല്ലെങ്കിൽ മറ്റ് രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക വിവരങ്ങൾ ഇനി വാട്സാപ്പ് വഴി കൈമാറാൻ അനുവാദമില്ല. വാട്സാപ്പിലെ വിവരങ്ങൾ UAEക്ക് പുറത്തുള്ള ഇന്റർനാഷണൽ സെർവേഴ്സിലാണ് സൂക്ഷിക്കുന്നത് എന്നതിനാലാണ് ഈ കടുത്ത തീരുമാനം. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ബാങ്കുകളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനുകളോ അംഗീകൃത കോൾ സെന്ററുകളോ മാത്രം ഉപയോഗിക്കുക. പലരും വിചാരിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന പേഴ്സണൽ ചാറ്റുകൾ ആരും കാണില്ല എന്നാണ്. എന്നാൽ UAEയിലെ സൈബർ കുറ്റകൃത്യ നിയമങ്ങൾ വാട്സാപ്പിലെ സ്വകാര്യ സന്ദേശങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോയോ വീഡിയോയോ മറ്റൊരാൾക്ക് അയക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതുമൊക്കെ കടുത്ത കുറ്റമാണ്. ഇതിനേക്കാൾ വലിയ അപകടം ഗ്രൂപ്പുകളിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളും ഫോർവേഡ് ചെയ്ത മെസ്സേജുകളും ഒക്കെ അയക്കുന്നതാണ്. UAE നിയമപ്രകാരം ഒരു വ്യാജ വാർത്ത ഫോർവേഡ് ചെയ്താൽ പോലും നിങ്ങൾ ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകും. ഇത്തരം അശ്രദ്ധകൾക്ക് 2.5 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ അല്ലെങ്കിൽ കഠിനമായ തടവ് ശിക്ഷയോ ലഭിക്കാം. അതുപോലെ UAEയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആകുക എന്നത് വലിയൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ഗ്രൂപ്പിലെ അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സകല ഉള്ളടക്കങ്ങളുടെയും ഉത്തരവാദിത്തം അഡ്മിന് കൂടിയുണ്ട്. UAE സൈബർ നിയമത്തിലെ ആർട്ടിക്കിൾ 53 പ്രകാരം ഗ്രൂപ്പിൽ ആരെങ്കിലും വ്യാജ വാർത്തകളോ അശ്ലീല സന്ദേശങ്ങളോ വിദ്വേഷ പ്രസംഗങ്ങളോ പോസ്റ്റ് ചെയ്താൽ അത് ഉടനടി നീക്കം ചെയ്യാൻ അഡ്മിൻ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ അഡ്മിൻ നിയമക്കുരുക്കിലാകും. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ദുബായ് കോടതികളുടെ പുതിയ നിരീക്ഷണങ്ങൾ പ്രകാരം വാട്സാപ്പ് സന്ദേശങ്ങൾ നിയമപരമായ തർക്കങ്ങളിൽ ഒഫീഷ്യൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും. സാമ്പത്തിക ഇടപാടുകൾ, ബിസിനസ് കരാറുകൾ എന്നിവയിലൊക്കെ വാട്സാപ്പ് ചാറ്റുകൾ ഇന്ന് നിർണായകമാവുകയാണ്. നിങ്ങൾ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോലും അത്യാധുനിക ഫോറൻസിക് പരിശോധനയിലൂടെ കോടതിക്ക് അവ വീണ്ടെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതിനിടയിൽ വാട്സാപ്പ് വെബ് പതിപ്പിൽ നേരിട്ട് വോയിസ് വീഡിയോ കോളുകൾ വിളിക്കാനുള്ള സംവിധാനം ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ UAEയിൽ വോയിപ്പ് സേവനങ്ങൾക്ക് ഔദ്യോഗിക ടെലികോം അതോറിറ്റിയുടെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട് എന്ന കാര്യം മറക്കരുത്.
ഇനി നമുക്ക് പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന രണ്ടാമത്തെ വലിയ നിയമത്തിലേക്ക് കടക്കാം. ദുബായിലെ പുതിയ പാർപ്പിട നിയമങ്ങളാണത്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം താമസ സൗകര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അൽ റിഗ, അൽ മുറഖബാദ്, അൽ ബർഷ, സത്വ, അൽ റഫ തുടങ്ങിയ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ അധികൃതർ കനത്ത പരിശോധനയാണ് നടത്തുന്നത്. നമ്മുടെ പ്രവാസികൾക്കിടയിൽ ഒരു ഫ്ളാറ്റോ വീടോ വാടകയ്ക്കെടുത്ത ശേഷം അതിനെ ചെറിയ മുറികളായോ ബെഡ് സ്പേസുകളായിട്ടോ തിരിച്ച് മറ്റുള്ളവർക്ക് ഉപവാടകയ്ക്ക് നൽകുന്ന രീതി, അതായത് സബ്ലെറ്റിംഗ് വളരെ സാധാരണമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത്തരം അനധികൃതമായ സബ്ലെറ്റിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമയ്ക്കോ അല്ലെങ്കിൽ കൃത്യമായ ലൈസൻസ് ഉള്ള റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾക്കോ മാത്രമേ താമസ സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകാൻ ഇനി അധികാരമുള്ളൂ. ദുബായിൽ ഇനി മുതൽ വീടുകളോ ഫ്ളാറ്റുകളോ പങ്കിട്ട് താമസിക്കുന്നതിനും ഉപവാടകയ്ക്ക് നൽകുന്നതിനും ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മുൻകൂട്ടിയുള്ള പെർമിറ്റ് നിർബന്ധമാണ്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഡിജിറ്റൽ ചാനലുകൾ വഴി വേണം ഇതിനായിട്ട് അപേക്ഷിക്കാൻ. ഈ പെർമിറ്റുകളുടെ കാലാവധി 1 വർഷമാണ്. ആവശ്യമെങ്കിൽ 2 വർഷം വരെയും നീട്ടാം. കാലാവധി തീരുന്നതിന് 30 ദിവസം മുൻപെങ്കിലും ഇത് പുതുക്കണം. കെട്ടിടങ്ങളിലെ അമിത തിരക്ക് ഒഴിവാക്കി തീപിടുത്തം പോലുള്ള അപകടങ്ങൾ തടയാനാണ് ഈ നടപടിയൊക്കെ. ഈ പാർപ്പിട നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് 500 ദിറം മുതൽ 5 ലക്ഷം ദിറം വരെ കനത്ത പിഴ ചുമത്തും. 1 വർഷത്തിനുള്ളിൽ ഇതേ കുറ്റം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പിഴത്തുക ഇരട്ടിയാക്കും. അതായത് പരമാവധി 10 ലക്ഷം ദിറം വരെയാകും പിഴ. നിയമപരമായ കരാറുകളില്ലാതെ ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ നിയമത്തിന്റെ ഒരു പരിരക്ഷയും ലഭിക്കില്ല എന്നും കൂടി ഓർക്കണം. ചുരുക്കം പറഞ്ഞാൽ UAE ഭരണകൂടം നടപ്പിലാക്കുന്ന ഈ മാറ്റങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ തന്നെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഫോണിൽ ഒരു സന്ദേശം ടൈപ്പ് ചെയ്യുമ്പോഴോ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുമ്പോഴോ അത് നിയമവിരുദ്ധമല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കൃത്യമായ പെർമിറ്റ് ഉള്ളതാണെന്നും ഉറപ്പാക്കുക. അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചെറിയൊരു വീഴ്ച പോലും ലക്ഷങ്ങളുടെ കടബാധ്യതയിലേക്കും അല്ലെങ്കിൽ തടവറയിലേക്കും നയിച്ചേക്കാം. UAEയിൽ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ടെക്നോളജിയുടെയും ജിയോ പൊളിറ്റിക്സിന്റെയും അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ പ്രവാസികൾക്കും ലോകരാജ്യങ്ങൾക്കും മുന്നിൽ വലിയ ചാലഞ്ചസ് ഉയർത്തുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും ജാഗ്രതയും പുലർത്തിയാൽ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. വൻ ശക്തി രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകളിലൂടെയും ശാസ്ത്രലോകത്തിന്റെ കൂട്ടായ പരിശ്രമങ്ങളിലൂടെയും പശ്ചിമേഷ്യയിലെ യുദ്ധക്കുരുതികൾക്കും ആഫ്രിക്കയിലെ ആരോഗ്യ പ്രതിസന്ധികൾക്കും ഉടൻ തന്നെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.